Okay, friends, I am Professor N.S. Shyama Prasad. Today we shall discuss a very important topic, Attorney General of India. In most of the questions, papers set by UPSC, Kerala PSC, etc., you can see questions on this particular functionary, Attorney General of India. And you must remember, main article concerning Attorney General is Article 76. Article 76 deals with the Attorney General. അറ്റോർണി എന്ന് വെച്ചാൽ വക്കീൽ എന്നാണ്. നമ്മുടെ ഭരണഘടന ഈ വക്കീലന്മാർക്ക് പല പേര് പലയിടത്ത് ഉപയോഗിക്കുന്നത്. ഒരിടത്ത് അറ്റോർണി ജനറൽ എന്ന് ഉപയോഗിക്കുന്നു, വേറെടുത്ത് സോളിസിറ്റർ ജനറൽ. സോളിസിറ്റർ എന്ന് പറഞ്ഞാൽ വക്കീലാണ്. ആർട്ടിക്കിൾ 22 ലീഗൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നു. ചില സ്ഥലത്ത് അഡ്വക്കേറ്റ് എന്ന് പറയും, ചിലയിടത്ത് അഡ്വക്കേറ്റ് എന്ന് പറയുന്നു, ചില സ്ഥലത്ത് പ്ലീഡർ എന്ന് പറയുന്നു. അപ്പൊ പല ടൈം ഉപയോഗിക്കുന്നു. അറ്റോർണി ജനറൽ എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ലോ ഓഫീസറാണ്. അറ്റോർണി ജനറൽ ഈസ് ദ ചീഫ് ലോ ഓഫീസർ ഓഫ് ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലോ ഓഫീസറാണ് അറ്റോർണി ജനറൽ. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഇന്ത്യൻ പ്രസിഡന്റാണ് അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്തത്. അറ്റോർണി ജനറലിന്റെ ക്വാളിഫിക്കേഷൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഭരണഘടന പറയുന്നത് he should be qualified to be a judge of the Supreme Court. സുപ്രീം കോടതി ജഡ്ജി ആകാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്കറിയാം, സുപ്രീം കോടതി ജഡ്ജി ആണെങ്കിൽ ഇന്ത്യ പൗരനായിരിക്കണം, രണ്ടാമത് 5 കൊല്ലം ഹൈക്കോടതി ജഡ്ജിയായിട്ട് പരിചയം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 10 കൊല്ലം ഹൈക്കോടതി അഡ്വക്കേറ്റായി പരിചയം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രസിദ്ധനായ പ്രഗത്ഭനായ ഒരു നിയമ പണ്ഡിതനായിരിക്കണം. ഇവരെ മാത്രമേ അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെ അറ്റോർണി ജനറലായിട്ട് ഇന്ത്യ പ്രസിഡന്റ് നിയമിക്കും. പക്ഷേ ഏജ് പ്രശ്നമില്ല. എന്നുവെച്ചാൽ സുപ്രീം കോടതി ജഡ്ജിമാർ 65 വയസ്സ് റിട്ടയർ ചെയ്യും. പക്ഷേ അറ്റോർണി ജനറലിന് ഏജ് പ്രശ്നമല്ല. 65 വേണേൽ അപ്പോയിന്റ് ചെയ്യാം. 70 80 വരെ അധികാരത്തിൽ തുടരാനുള്ള അവകാശം അറ്റോർണി ജനറലുണ്ട്. അപ്പൊ ക്വാളിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ അറ്റോർണി ജനറൽ ക്വാളിഫിക്കേഷൻ സുപ്രീം കോടതി ജഡ്ജിയുടെ ക്വാളിഫിക്കേഷനാണ്. രണ്ടാമത്തേത് ടെന്യൂർ ഫിക്സ് ചെയ്തിട്ടില്ല. എത്ര നാളത്തേക്കാണ് അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പറയുന്നത്. ഭരണഘടന പറയുന്നത് he holds office during the pleasure of the President of India. That means he can be removed any time by the President. ഇപ്പൊ ഗവർണർ അപ്പോയിന്റ് ചെയ്ത് 5 കൊല്ലം എന്ന് പറയും, അല്ലെ UPSC മെമ്പേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നോർമലി 6 കൊല്ലം എന്ന് പറയും. പക്ഷെ ഇവിടെ അങ്ങനെയില്ല. ഹോൾഡ്സ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ പ്രസിഡന്റ്, എപ്പോൾ വേണേ മാറ്റാം. പക്ഷെ ഈ അപ്പോയിന്റ്മെന്റ്, അറ്റോർണി ജനറൽ അപ്പോയിന്റ്മെന്റ് ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയതുകൊണ്ട് ഭരണകക്ഷി ആ പാർട്ടി അധികാരത്തിൽ തുടരുകയാണെങ്കിൽ എത്ര ആൾക്ക് വേണമെങ്കിലും ഇദ്ദേഹത്തിൽ തൊട്ടാം. ആ ഭരണകക്ഷി രാജിവെച്ച് പോകുമ്പോൾ അദ്ദേഹം രാജിവെച്ചു. അതാണ് സാധാരണ കസ്റ്റമറി പ്രാക്ടീസ്. ഉദാഹരണത്തിന് നമ്മുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ഓർത്തിരിക്കുക, പലപ്പോഴും ചോദിക്കും ആദ്യത്തെ അറ്റോർണി ജനറൽ ആരായിരുന്നു. MC സത്തൽവാഡ് എന്ന് പറയും. MC സത്തൽവാഡ്, SCTALVAD. MC സത്തൽവാഡ് ആയിരുന്നു ആദ്യത്തെ അറ്റോർണി ജനറൽ. അദ്ദേഹം 13 കൊല്ലം അറ്റോർണി ജനറൽ ആയിരുന്നു. 1950 തൊട്ട് 63 വരെ നെഹ്റു ഗവൺമെന്റ് തുടരുകയായിരുന്നു. അദ്ദേഹവും അതുപോലെ തുടർന്നു. 13 കൊല്ലത്തോളം അദ്ദേഹം അറ്റോർണി ജനറലായിട്ട് പ്രവർത്തിച്ചു. ഇതിനിടയ്ക്ക് 1955 അദ്ദേഹത്തെ ലോ കമ്മീഷൻ ചെയർമാൻ കൂടെ ആക്കുകയുണ്ടായി. അപ്പൊ അറ്റോർണി ജനറൽ എത്ര നാൾ വേണമെങ്കിൽ ഇരിക്കാം, ഫിക്സഡ് ടെന്യൂർ ഇല്ല, ഏത് സമയം വേണമെങ്കിൽ അദ്ദേഹത്തെ മാറ്റാനും സാധിക്കുന്നതാണ്. ഇപ്പോഴത്തെ അറ്റോർണി ജനറലിന്റെ പേര് വെങ്കടരമണി എന്നാണ്. വെങ്കടരമണി എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ. അപ്പൊ ഈ അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ആണ്. ഫിക്സഡ് ടെന്യൂർ ഇല്ല. ഇനി ശമ്പളം, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ, he should have the qualification of a judge of the Supreme Court. He should have the qualification of a judge of the Supreme Court. ശമ്പളവും സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളം തന്നെയാണ്. സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ ശമ്പളം ഇപ്പോൾ 2.5 lakhs ആണ്. പ്രതിമാസം 2.5 ലക്ഷം രൂപയാണ്. അറ്റോർണി ജനറൽ ശമ്പളം പ്രസിഡന്റ് തീരുമാനിക്കും. പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുന്നത് സുപ്രീം കോടതി ജഡ്ജിയുടെ ശമ്പളം കൊടുക്കുക. അപ്പം അറ്റോർണി ജനറൽ ശമ്പളം 2.5 lakhs. ഇപ്പം he get the same salary of a judge of the Supreme Court. ഇനി അദ്ദേഹം മെയിൻ ലോ ഓഫീസറാണ്. അദ്ദേഹത്തിന് ഒരുപാട് അധികാരങ്ങളുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി പ്രധാനപ്പെട്ട കേസുകളിലെല്ലാം സുപ്രീം കോടതിയിൽ ഹാജരാകുന്നത് അറ്റോർണി ജനറലാണ്. He appears in almost all important cases on behalf of the central government. അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റ് വക്കീലാണ്. കേന്ദ്ര ഗവൺമെന്റ് കക്ഷിയായിട്ടുള്ള ഏത് കേസിലും സാധാരണ ഇതിൽ അറ്റോർണി ജനറലാണ് ഹാജരാകേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പം ഒരു അമെന്റ്മെന്റ് ഭരണഘടന ഭേദഗതി ചലഞ്ച് ചെയ്യുന്നു.
പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമം ചലഞ്ച് ചെയ്യുന്നു, ഒരു ഓർഡിനൻസ് ചലഞ്ച് ചെയ്യുന്നു. ഏത് ചലഞ്ച് ചെയ്താലും കേന്ദ്ര ഗവൺമെന്റാണ് ഇതിന്റെ ഭാഗം. കേന്ദ്ര ഗവൺമെന്റിനെ ബാധിക്കുന്നത് അറ്റോർണി ജനറൽ ആയിരിക്കും. അപ്പൊ അറ്റോർണി ജനറൽ റെപ്രസെന്റ്സ് ദ സെൻട്രൽ ഗവൺമെന്റ്. ഹി അപ്പിയേഴ്സ് ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ഓൺ ബിഹാഫ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. പിന്നെ അദ്ദേഹം ചീഫ് ലോ ഓഫീസറും കൂടിയാണ്. നമ്മുടെ ബില്ലുകളൊക്കെ പാർലമെന്റ് ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ അറിയാം, ബില്ലൊക്കെ പ്രിപ്പയർ ചെയ്ത് കേന്ദ്രത്തിലെ ലോ മിനിസ്ട്രിയും കൺസേൺ ഡിപ്പാർട്ട്മെന്റും കൂടി സാധാരണ ബില്ലുകളെല്ലാം ഉണ്ടാക്കുന്നത്. ഈ ബില്ലുകളെല്ലാം പരിശോധിക്കുന്നത് അറ്റോർണി ജനറലാണ്. ബില്ലൊക്കെ ഭരണഘടനയ്ക്ക് അനുസരിച്ചാണോ, ബില്ലൊക്കെ ഫെഡറൽ റൈറ്റ്സ് അനുസരിച്ചാണോ, മറ്റു നിയമങ്ങൾക്ക് അനുസരിച്ചാണോ, സുപ്രീം കോടതി വിധിക്ക് അനുസരിച്ചാണോ, ഇതെല്ലാം നോക്കാനുള്ള അധികാരം അറ്റോർണി ജനറലാണ്. ഇതെല്ലാം നോക്കി അദ്ദേഹം അപ്രൂവ് ചെയ്താൽ മാത്രമേ ബില്ല് പാർലമെന്റ് സാറിന് അവതരിപ്പിക്കത്തുള്ളൂ. അപ്പൊ ചീഫ് ലോ ഓഫീസറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സമ്മതത്തോടെ മാത്രമേ ബില്ല് അവതരിപ്പിക്കത്തുള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക അധികാരമുണ്ട്, അവകാശമുണ്ട്. അദ്ദേഹത്തിന്റെ അധികാരം എന്ന് വെച്ചാൽ പാർലമെന്റിലെ 2 ഹൗസിലെ മീറ്റിംഗ് അദ്ദേഹത്തിന് പങ്കെടുക്കാം. സാധാരണഗതിയിൽ പാർലമെന്റ് മെമ്പേഴ്സിന് മാത്രമേ പാർലമെന്റ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. കേന്ദ്രമന്ത്രിമാർക്ക് 2 ഹൗസിലും പോകാം. പക്ഷെ അറ്റോർണി ജനറൽക്ക് ഒരു പ്രത്യേക അവകാശം കൊടുത്തിരിക്കുകയാണ്. 2 ഹൗസിലെ മീറ്റിംഗിൽ അദ്ദേഹത്തിന് പങ്കെടുക്കാം, ക്വസ്റ്റ്യൻ ആൻസറും ചെയ്യാം. പിന്നെ സാധാരണ അദ്ദേഹം പങ്കെടുക്കാറില്ല. അദ്ദേഹത്തിനുള്ള ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രമേ വരുള്ളൂ. പങ്കെടുക്കാം, പ്രസംഗിക്കാം, പക്ഷേ വോട്ടവകാശമില്ല. വിത്തൗട്ട് ഹാവിംഗ് ദ റൈറ്റ് ടു വോട്ട് he can attend meeting of both houses of parliament. എന്തിനാണ് ഈ അറ്റോർണി ജനറൽ പാർലമെന്റ് വരാനുള്ള അവകാശം കൊടുക്കാൻ കാരണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ബില്ലുകളും ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബില്ലെല്ലാം അറ്റോർണി ജനറൽ വെരിഫൈ ചെയ്ത് നോക്കിയിട്ടാണ് ബില്ല് അവതരിപ്പിക്കുന്നത്. ബില്ല് പാർലമെന്റ് അവതരിപ്പിക്കുന്നു. പാർലമെന്റ് അവതരിപ്പിച്ച് കഴിഞ്ഞിട്ട് മെമ്പേഴ്സ് പലപ്പോഴും പല ക്വസ്റ്റ്യൻ ചോദിക്കും. ഭരണഘടനാ സംബന്ധമായ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ബില്ലിനെ കുറിച്ച് വരും. ചിലപ്പോൾ മിനിസ്റ്റർ ലീഗൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ മന്ത്രിക്ക് സാധിക്കണമെന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ അദ്ദേഹം പറയും, അറ്റോർണി ജനറൽ വന്ന് ഇതിന് വേണ്ടി ആൻസർ തരും. അങ്ങനെയാണെങ്കിൽ സ്പീക്കറുടെ പെർമിഷനോടെ അറ്റോർണി ജനറൽ ലോക്സഭയിൽ വരുന്നു, അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് പെർമിഷനോടെ രാജ്യസഭയിൽ വരുന്നു. എന്നിട്ട് അദ്ദേഹം ഈ ചോദ്യങ്ങൾക്ക് മറുപടി വരും. അങ്ങനെ റയറായിട്ട് മാത്രം അറ്റോർണി ജനറലിന് പാർലമെന്റ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ അവകാശമുണ്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനുള്ള അവകാശമുണ്ട്. എം പിമാർക്കെല്ലാം ഒരുപാട് പ്രിവിലേജസ് ഉണ്ട്. റൈറ്റ്സ് കൂടാതെ എം പിസിന് പ്രിവിലേജസ് ഉണ്ട്. അപ്പൊ ഇവിടെ എം പി സിയുടെ പ്രിവിലേജ് അറ്റോർണി ജനറലിനുണ്ട്. അദ്ദേഹത്തിന് പാർലമെന്റ് പങ്കെടുക്കാൻ അവകാശമുണ്ട്, പ്രസംഗിക്കാൻ അവകാശമുണ്ട്. അതുകൊണ്ട് എം പിസിനുള്ള പ്രിവിലേജസ് എല്ലാം ഈ അറ്റോർണി ജനറലിനും കൊടുത്തിട്ടുണ്ട്. ഇനി അറ്റോർണി ജനറലിനെ സംബന്ധിച്ചിടത്തോളം വേറെ പ്രധാന കാര്യം കൂടെ ഓർത്തിരിക്കണം. അറ്റോർണി ജനറൽ പലപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കും. അദ്ദേഹം ഗവൺമെന്റ് ലോ ഓഫീസറാണ്. അദ്ദേഹത്തിന് പ്രൈവറ്റ് കേസസ് എടുക്കാൻ പറ്റുമോ, പ്രൈവറ്റ് വ്യക്തികളുടെ കേസ് എടുക്കാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ, എന്താ വെച്ചാൽ അദ്ദേഹം എക്സ്പെർട്ട് ആണ്. പലപ്പോഴും പ്രൈവറ്റ് വ്യക്തികൾ അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യാം. ക്യാൻ ഹി ടേക്ക് പ്രൈവറ്റ് കേസസ്? അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ പറയാം, ഹി ക്യാൻ ടേക്ക് പ്രൈവറ്റ് കേസസ്. അറ്റോർണി ജനറൽ ഈസ് നോട്ട് എ 24-hour ഗവൺമെന്റ് സർവന്റ്. ഇപ്പൊ കളക്ടർ 24-hour ഗവൺമെന്റ് സർവന്റ് ആണ്, ചീഫ് ജസ്റ്റിസ് 24-hour ഗവൺമെന്റ് സർവന്റ് ആണ്. അറ്റോർണി ജനറൽ ഈസ് നോട്ട് എ 24-hour ഗവൺമെന്റ് സർവന്റ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രൈവറ്റ് കേസ് എടുക്കാം. പക്ഷേ 2 കണ്ടീഷൻ. ഒന്ന്, ഹി മസ്റ്റ് ഗെറ്റ് ദി പെർമിഷൻ ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ വേണം. രണ്ടാമത്, കേന്ദ്ര ഗവൺമെന്റ് കേസ് എടുക്കാൻ പാടില്ല. കേസ് ഒരു പാർട്ടി കേന്ദ്ര ഗവൺമെന്റ് ഇദ്ദേഹം എടുക്കാൻ പാടില്ല. 2 പ്രൈവറ്റ് വ്യക്തികളുടെ കേസാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മതത്തോടെ ഇദ്ദേഹത്തിന് ആ കേസ് ബാധിക്കാം. സാധാരണ ഇദ്ദേഹത്തിന് സമയം കിട്ടാറില്ലാത്തവരെ ഇദ്ദേഹം പ്രൈവറ്റ് കേസ് എടുക്കാറില്ല. ഉദാഹരണത്തിന് പറയാം, 2 അംബാനിമാരെ എക്സാമ്പിൾ പറയുന്നുള്ളൂ. 2 അംബാനിമാരിൽ നമ്മളൊരു കേസ് വന്നിരിക്കട്ടെ. അതിലൊരു അംബാനി വന്ന് അറ്റോർണി ജനറലിനോട് പറയുകയാണ്, എന്റെ കേസ് ബാധിക്കാം. 2 പ്രൈവറ്റ് വ്യക്തികളുടെ കേസാണ്. കേന്ദ്ര ഗവൺമെന്റ് അനുവാദമുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഈ കേസ് എടുക്കാം. അപ്പൊ അറ്റോർണി ജനറലിന്റെ അവകാശമായ 24-hour ഗവൺമെന്റ് സർവന്റ് അല്ല. പിന്നെ ഇപ്പൊ അറ്റോർണി ജനറലിന്റെ ജോലി ഒരുപാട് കൂടിയപ്പോൾ ഒരു പോസ്റ്റ് ഉണ്ടാക്കി, സോളിസിറ്റർ ജനറൽ. ആളുടെ പേര് സോളിസിറ്റർ ജനറൽ. എന്നുവെച്ചാൽ വക്കീല. സോളിസിറ്റർ മീൻസ് വക്കീൽ. സോളിസിറ്റർ ജനറൽ. സോളിസിറ്റർ ജനറൽ അത് ഭരണഘടനയുടെ പോസ്റ്റല്ല, ഗവൺമെന്റ് ഉണ്ടാക്കിയ പോസ്റ്റാണ്. അദ്ദേഹത്തെ കോടതിയിൽ വരാൻ അവകാശമില്ല. ഗവൺമെന്റ് കോടതി വരാൻ പറ്റത്തില്ല. പ്രധാനപ്പെട്ട കേസിൽ കോടതി വരാൻ പറ്റില്ല. മിക്ക അറ്റോർണി ജനറൽ തന്നെ പോകും. അറ്റോർണി ജനറലിന്റെ ജോലി കൂടിയപ്പം
ഒരു പോസ്റ്റ് ഗവൺമെന്റ് ഉണ്ടാക്കി, സോളിസിറ്റർ ജനറൽ. സോളിസിറ്റർ ജനറൽ എന്ന് പറഞ്ഞാൽ അറ്റോർണി ജനറൽ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ പോസ്റ്റ് ഭരണഘടന ഉണ്ടാക്കിയല്ല, ഗവൺമെന്റ് ഉണ്ടാക്കിയ പോസ്റ്റാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് കോടതിയിൽ വരാൻ, പക്ഷേ പാർലമെന്റ് വരാൻ അവകാശമില്ല. പാർലമെന്റിൽ അറ്റോർണി ജനറൽ വരുന്ന പോലെ പാർലമെന്റ് വരാൻ പറ്റത്തില്ല. അപ്പൊ സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട കേസിനെല്ലാം അറ്റോർണി ജനറൽ വരും. അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ലെസർ ഇമ്പോർട്ടൻറ്റ് കേസ് ആണെങ്കിൽ സോളിസിറ്റർ ജനറൽ വരും. ഇപ്പൊ തുഷാർ മേത്തയാണ് സോളിസിറ്റർ ജനറൽ. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ അമെന്മെന്റിനെ കുറിച്ചൊരു കേസാണെങ്കിൽ കണിശമായിട്ടും അറ്റോർണി ജനറൽ വരും. പക്ഷെ ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു കേസാണ്, കസ്റ്റംസുകാരുടെ ഒരു കേസാണെങ്കിൽ സാധാരണഗതിയിൽ AG വരത്തില്ല, ആ സോളിസിറ്റർ ജനറൽ ബാധിക്കത്തേ ഉള്ളൂ. അപ്പൊ 2 ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഉണ്ട്. കേന്ദ്ര ഗവൺമെന്റ് ബാധിക്കാൻ അറ്റോർണി ജനറലും ഉണ്ട്, കൂടാതെ സോളിസിറ്റർ ജനറലുമുണ്ട്. സോളിസിറ്റർ ജനറൽ പോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂട്ടീവ് പോസ്റ്റ് അല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് പാർലമെന്റിൽ വരാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. ഇത് കൂടാതെ അറ്റോർണി ജനറൽക്കുള്ള വേറൊരു അധികാരം കൂടുണ്ട്. നമുക്കൊരു കണ്ടന്റ് ഓഫ് കോർട്ട് ആക്ട് ഉണ്ട്. കണ്ടന്റ് ഓഫ് കോർട്ട് ആക്ട് അനുസരിച്ച് സുപ്രീം കോടതിക്ക് ആർക്കെതിരെ വേണമെങ്കിലും കണ്ടന്റ് ഓഫ് കോർട്ട് കേസ് എടുക്കാം. അതുപോലെ ഹൈക്കോടതിക്ക് ആർക്കെതിരെ വേണമെങ്കിലും കണ്ടന്റ് ഓഫ് കോർട്ട് കേസ് എടുക്കാം. സുപ്രീം കോടതി സോ മോട്ടു എന്ന് പറയും, നേരിട്ട് കേസെടുക്കാൻ സോ മോട്ടു എന്ന് പറയും. അത് സുപ്രീം കോടതിക്ക് എടുക്കാം. അപ്പൊ സുപ്രീം കോടതി അങ്ങനെ നേരിട്ട് കേസെടുക്കുന്നില്ല. അറ്റോർണി ജനറൽ വേണമെങ്കിൽ സുപ്രീം കോടതി പറയാം, ഇയാൾക്കെതിരെ ഇന്ന വ്യക്തിക്കെതിരെ കണ്ടന്റ് ഓഫ് കോർട്ട് കേസ് എടുക്കണമെന്ന് അറ്റോർണി ജനറൽ ആവശ്യപ്പെട്ടാൽ സുപ്രീം കോടതിക്ക് അയാൾക്കെതിരെ കണ്ടന്റ് ഓഫ് കോർട്ട് കേസ് എടുക്കാം. അതുപോലെ ഒരു പ്രൈവറ്റ് വ്യക്തി സുപ്രീം കോടതി ചെന്ന് പറയാണ്, ഇയാൾക്കെതിരെ ഇന്ന വ്യക്തിക്കെതിരെ കണ്ടന്റ് ഓഫ് കോർട്ട് കേസ് എടുക്കണമെന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി എന്ത് ചെയ്യും? അറ്റോർണി ജനറലിനോട് ഉപദേശം വയ്ക്കും. അറ്റോർണി ജനറൽ അനുവദിക്കുകയാണെങ്കിൽ, സമ്മതിക്കുകയാണെങ്കിൽ അയാൾക്കെതിരെ കണ്ടന്റ് ഓഫ് കോർട്ട് കേസ് എടുക്കാം. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ സുപ്രീം കോടതി അങ്ങനെയുള്ള കേസിൽ കണ്ടന്റ് ഓഫ് കോർട്ട് കേസ് എടുക്കത്തില്ല. അപ്പം അറ്റോർണി ജനറലിന്റെ പോസ്റ്റ് വെച്ചാൽ വെരി ഇമ്പോർട്ടന്റ് ഓഫീസർ. അപ്പൊ അമേരിക്കയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അമേരിക്കയിലെ അറ്റോർണി ജനറൽ അവിടുത്തെ മന്ത്രി കൂടിയാണ്, അവിടുത്തെ ലോ മിനിസ്റ്റർ കൂടെയാണ് അറ്റോർണി ജനറൽ. ഇവിടെ അങ്ങനെയല്ല. അറ്റോർണി ജനറലിന് മന്ത്രിയുടെ സ്ഥാനമില്ല, മന്ത്രിയുടെ റാങ്കില്ല. വാറന്റ് ഓഫ് പ്രസിഡൻസ് എന്ന് പറയും, അല്ലെങ്കിൽ ഓർഡർ ഓഫ് പ്രസിഡൻസ്. ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ റാങ്ക് ഉണ്ട്. അപ്പൊ നമ്മുടെ അറ്റോർണി ജനറൽ റാങ്ക് കേന്ദ്രമന്ത്രിമാരൊക്കെ താഴെയാണ്. അദ്ദേഹത്തിന്റെ റാങ്ക് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാബിനറ്റ് സെക്രട്ടറി റാങ്കാണ്. ക്യാബിനറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും സീനിയർ IAS ഓഫീസറാണ് ക്യാബിനറ്റ് സെക്രട്ടറി. അദ്ദേഹത്തിന്റെ റാങ്കാണ് ഈ അറ്റോർണി ജനറലിനും നൽകിയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അറ്റോർണി ജനറലിനെ കുറിച്ച് പഠിക്കേണ്ടത്. ആദ്യം ഏതായാലും ഓർത്തിരിക്കുക, ആദ്യത്തെ അറ്റോർണി ജനറൽ MC സെത്തൽവാഡായിരുന്നു. ഇപ്പോഴത്തെ വെങ്കട്ടരമണിയാണ്. ഇത് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയതുകൊണ്ട് ഫിക്സഡ് ടെനൂർ ഇല്ല. ഇപ്പൊ ഈ ഒരു അപ്പോയിന്റ്മെന്റ്, ഈ ഒരു പർട്ടിക്കുലർ ഗവൺമെന്റ് മാറി പുതിയ ഗവൺമെന്റ് വരികയാണെങ്കിൽ നാച്ചുറലി അറ്റോർണി ജനറൽ രാജിവെച്ച് പോകും. പുതിയ അധികാരത്തിൽ വരുന്ന പാർട്ടി അവരുടെ സപ്പോർട്ടായുള്ളൊരു ആളിനെ അറ്റോർണി ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യും. ദാറ്റ് സിസ്റ്റം വി ആർ ഫോളോയിങ്. ഇദ്ദേഹം മെയിൻ ലോ ഓഫീസറാണ്. അദ്ദേഹത്തിന്റെ അപ്രൂവലോടെ സാധാരണ ബില്ലൊക്കെ അവതരിപ്പിക്കുന്നത്. അത് ഇത്രയുമാണ് അറ്റോർണി ജനറലിനെ ഓർത്തിരിക്കേണ്ടത്. താങ്ക് യു. അടുത്ത ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നത്.